കൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് മരിക്കുന്ന ഭാഗ്യവാന്മാരിൽ മുത്തഖികളിൽ ഫായിസീങ്ങളിൽ അല്ലാഹു തആല നമ്മയും നമ്മുടെ ഇഷ്ടക്കാരെയൊക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ബഹുമാനികളെ, ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ഹജ്ജും അവിടുത്തെ ത്യാഗവുമായി ബന്ധപ്പെട്ട ഉളുഹിയത്തുമൊക്കെ ലോകത്തിൻ്റെ മുക്കുമൂലകളിലൊക്കെ വളരെ ആവേശപൂർവ്വം നടന്നു. നമ്മളെല്ലാവരും അതൊക്കെ കണ്ടവരും കേട്ടവരുമാണ്. അല്ലാഹു തആല അതൊക്കെ സ്വീകരിക്കുമാറാവട്ടെ. നമ്മുടെ അമലുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ പറ്റി നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ മാതൃകയാക്കിക്കൊണ്ടാണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഒട്ടുമിക്ക അമലുകളും രൂപപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്, എടുക്കപ്പെട്ടിരിക്കുന്നത് എന്ന്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അടിസ്ഥാനപരമായ ദീനിൻ്റെ ഏറ്റവും പ്രബലമായ ഒരു തൂണാണ് പാരമ്പര്യത്തെ പിന്തുണയ്ക്കുക എന്നത്, പിൻപറ്റുക എന്നത്. നമ്മുടെ ദീന് സ്വന്തം താല്പര്യങ്ങളല്ല, യുക്തിയല്ല, അല്ലെങ്കിൽ വേറെന്തെങ്കിലും താല്പര്യങ്ങളല്ല, നമ്മുടെ പൂർവികരെ പിൻപറ്റുക എന്നതാണ് ദീനിൻ്റെ അടിത്തറ. അതുകൊണ്ടാണ് നമ്മൾ 5 നേരം 17 പ്രാവശ്യം നിർബന്ധമായും അള്ളാഹുവിനോട് ചോദിക്കുന്നത്, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, മുസ്തഖീമായ മാർഗത്തിലേക്ക് ഞങ്ങളെ നീ ചേർക്കണമേ തമ്പുരാനെ, ഹിദായത്താക്കണമേ തമ്പുരാനെ. സിറാത്തല്ലദീന അന്നംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരായ ആളുകളുടെ മാർഗം, മിനൻ നബിയീന, പരിശുദ്ധ ഖുർആൻ വിശദീകരിച്ചതുപോലെ മിനൻ നബിയീന വസ്സുദ്ദീഖീന വശുഹദായി വസ്വാലിഹീൻ, നമ്മുടെ പൂർവികരായ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, ഇമാമുകൾ, നമ്മുടെ പൂർവ്വസൂരികരായ മുജ്തഹിദുകളായ പണ്ഡിതന്മാർ, ഇവരെയൊക്കെ പിൻപറ്റുക എന്നതാണ് ഇസ്ലാമിൻ്റെ മൗലികമായ അടിത്തറ. അതിൽ നിന്ന് അല്പമെങ്കിലും പഴച്ചു പോയാൽ, ആ പാരമ്പര്യത്തിൽ നിന്ന്, ആ പരമ്പരാഗതമായ അടിസ്ഥാനത്തിൽ നിന്ന് അല്പമെങ്കിലും നമ്മൾ പഴച്ചു പോയാൽ അതോടുകൂടെ നമ്മളൊന്നുമല്ലാതായി തീരുകയും ഇസ്ലാമിൻ്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്യാൻ വരെ ഇടയാകും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ അള്ളാഹു തആല ഗൗരവത്തോടുകൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് പോലും, അതേപോലെ ഇബ്രാഹിം നബിന് പിൻഗാമികളോയി വന്ന പ്രവാചകന്മാരോടൊക്കെ അള്ളാഹു തആല പറയും, നീ പാരമ്പര്യത്തെ പിൻപറ്റണമെന്നാണ്. ആ പാരമ്പര്യം കളഞ്ഞു കുളിച്ചുകൊണ്ടുള്ള ഒരു ദീനും നിങ്ങൾക്ക് വേണ്ട. അള്ളാഹു തആല പറയുന്നത്, ഔഹൈനാ ഇലൈക, നബിയെ താങ്കൾക്ക് നമ്മൾ വഹി അറിയിച്ചു തന്നു. അതേപോലെ തന്നെ നമ്മുടെ മുൻഗാമി, താങ്കളുടെ മുമ്പുള്ളവരായ പ്രവാചകന്മാർക്കൊക്കെയും അനിത്തബിയ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മില്ലത്ത്, ആ മാർഗം നിങ്ങൾ പിൻപറ്റുക. ഇബ്രാഹിം നബിയുടെ മാതൃകയാണ് മാതൃക. ആ മാതൃക നിങ്ങൾ പിൻപറ്റുക. വമാ കാന മിനൽ മുശ്രിക്കീൻ, ഇബ്രാഹിം നബി മുശ്രിക്കുകളിൽപ്പെട്ടവനല്ല, ബഹുദൈവ വിശ്വാസികളിൽപ്പെട്ടവനല്ല എന്ന് അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പിൻപറ്റാൻ അതിഗൗരവമായി തന്നെ നമ്മളെ താക്കീത് ചെയ്യുന്നതും അള്ളാഹുവിൻ്റെ പ്രവാചകരോട് പോലും കൽപ്പിക്കുന്നതും ഒക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് ഇവിടെയാണ് നമ്മുടെ ദീനിൻ്റെ അടിത്തറ നിൽക്കുന്നത്. പഴയ്ക്കുന്ന ആളുകൾ പഴയ്ക്കുന്നത് ഇവിടെ പഴയ്ക്കുമ്പോഴാണ്. മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു. ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനെ പറ്റി നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സഹാബാക്കളിലെ ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. എന്താന്ന് ചോദിച്ചാൽ, എല്ലാവരും സ്വർഗത്തിൽ എത്ര കൊട്ടാരം കിട്ടും, സ്വർഗത്തിൽ അത് കിട്ടോ, സ്വർഗത്തിൽ മാളിക കിട്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു അതൊന്നും റസൂലുള്ളാഹിനോട് ചോദിക്കില്ല. പഴയ്ക്കാനുള്ള മാർഗങ്ങൾ എവിടെയാണ്, ചതി എവിടെ പെടുക, എവിടെയാ ഈമാൻ പഴച്ചു പോവുക, എവിടെയാ അന്ത്യം മോശമാകുക, എവിടെയാ ചതിക്കപ്പെടുക, ഇതായിരുന്നു ആര് ചോദിച്ചിരുന്നത്? ഹുദൈഫ റളിയല്ലാഹു അൻഹു ചോദിച്ചിരുന്നത്. ഓരോരുത്തർക്കും ഓരോ കാഴ്ചപ്പാടാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരാളാണ് ഹുദൈഫത്ത് ബിനുൽ യമാനി റളിയല്ലാഹു അൻഹു. നിങ്ങൾ ആ ഹുദൈഫ റളിയല്ലാഹു അൻഹു തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, അള്ളാഹുവിൻ്റെ റസൂൽ പറയുന്നതായിട്ട് കാണുന്നു, ഇത്തഖുല്ലാ, അദ്ദേഹം പറയുന്നു, ഇത്തഖുല്ലാഹ യാ മഅ്ശറൽ ഖുർആ, ഖുർആൻ ഓതുന്നവരെ, ഖുർആൻ പഠിച്ചവരെ, ഖുർആൻ പണ്ഡിതന്മാരെ, ഖുർആനിനെ പിൻപറ്റുന്നവരെ, ഖുർആന്റെ ആളുകളെ, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണേ. മഹാനവറുകൾ പറയാ, ഖുർആൻ കൊണ്ട് നടന്നാൽ രക്ഷപ്പെടൂല, ഖുർആനും പിൻപറ്റി നിങ്ങൾ പോയാൽ പഴിക്കും. അതുകൊണ്ട് ഖുർആന്റെ ആളുകളെ നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിക്കണേ. ഖുദൂ ത്വരീക മൻ കാന ഖബ്ലക്കും, നിങ്ങൾ ഖുർആനിലുള്ളതാണെന്നും പറഞ്ഞിട്ട് ഖുർആൻ പിൻപറ്റി ഖുർആനിൽ അത്രയല്ലേ, ഖുർആനിൽ അങ്ങനെയല്ലേ എന്ന് പറഞ്ഞിട്ട് ഖുർആന്റെ പിന്നാലെ പോകാൻ നിൽക്കണ്ട, പഴിക്കും. നിങ്ങൾ നിങ്ങളുടെ മുൻഗാമികളുടെ മാർഗത്തെ പിൻപറ്റുക. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വല്ലാഹി ഇലൈൻ ഇസ്തഖംതും ലഖദ് സബഖ്തും സബ്ഖൻ ബഈദ, നിങ്ങൾ ആ പൂർവികരായ ആളുകളുടെ മാർഗത്തിൽ ഇസ്തിഖാമത്തുണ്ടായാൽ, ഉറച്ചു നിന്നാൽ, ആ പൂർവികർ എങ്ങനെയായിരുന്നോ അതേപോലെ തന്നെ, അതിലൊരു മാറ്റത്തിനും നിങ്ങൾ തയ്യാറല്ല. ആരെന്തൊക്കെ കുറ്റം പറഞ്ഞാലും
എത്ര അപരിഷ്കൃതരായി മുദ്രയടിച്ചാലും, ആരൊക്കെ പരിഹസിച്ചാലും, ആരൊക്കെ അവഗണിച്ചാലും, ആ മാർഗത്തിൽ, ആ പൂർവികരുടെ മാർഗത്തിൽ നിങ്ങൾ ഇസ്തിഖാമത്ത് ഉറച്ചു നിന്നാൽ ലഖദ് സബഖ്തും സബ്ഖൻ ബഈദ. അദ്ദേഹം പറയുന്നു, നിങ്ങളാണ് ഏറ്റവും മുന്നിൽ. നിങ്ങൾ ആള് കുറവായിരിക്കാം, നിങ്ങൾക്ക് ഭൗതിക വിഭവങ്ങൾ കുറവായിരിക്കാം, നിങ്ങൾക്ക് സൗകര്യങ്ങൾ കുറവായിരിക്കാം, നിങ്ങൾക്ക് ദുനിയാവ് കിട്ടിയില്ലെന്ന് വന്നേക്കാം, പക്ഷെ നിങ്ങൾ തന്നെയാണ് മുന്നിൽ. വലയും തറക്തുമൂഹു യമീനൻ വ ഷിമാലൻ. ഇനി നിങ്ങൾ ആ നേരായ പൂർവികരായ ആളുകളുടെ മാർഗത്തെ നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ ഉപേക്ഷിച്ചാൽ എങ്ങനെയാവാം? LDFന്റെ കൂടെ കൂടിയിട്ട് ഹജ്ജ് കമ്മിറ്റി കൂടാൻ കിട്ടാൻ വേണ്ടി, വഖഫ് ബോർഡ് കിട്ടാൻ വേണ്ടി അങ്ങനെ കൂടി, UDFന്റെ കൂടെ വലതുപക്ഷത്ത് കൂടിയിട്ട് വഖഫ് ബോർഡ് 5 കമ്മിറ്റി ഒക്കെ കിട്ടാൻ വേണ്ടി അങ്ങോട്ട് കൂടി, എന്താവട്ടെ, മൂപ്പര് പറഞ്ഞ വാക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ എന്ന്. അവനല്ലേ LDF UDF ഒക്കെ. അതിന്റെ കൂടെ കൂടിയിട്ട് എന്തെങ്കിലും നക്കാൻ കിട്ടും വിചാരിച്ചിട്ട് ആ സ്ഥാനമോഹത്തിനോ ദുനിയാവിനോടുള്ള പ്രിയത്തിനോ നിങ്ങൾ അത് ആ പൂർവികരുടെ മാർഗത്തിൽ നിന്ന് തെറ്റിയാൽ ലഖദ് ലലൽതും ലലാലം ബഈദ, നിങ്ങൾ സത്യമാർഗത്തിൽ നിന്ന് ഒരുപാട് പഴച്ചുപോയി, ഒരുപാട് അകന്നകന്നു പോയി എന്ന് മഹാനായ ഹുദൈഫത്ത് ബിനുൽ യമാനി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ആ പൂർവികരുടെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക. പൂർവികർ എന്താണോ അതാണ് നമ്മുടെ മാർഗം. നമ്മുടെ മുൻഗാമികളിലേക്ക് നമ്മൾ നോക്കുക, നമ്മുടെ പിൻഗാമികളിലേക്ക് നോക്കരുത്. പുതിയ പരിഷ്കാരം, ന്യൂ ജനറേഷൻ അല്ലെങ്കിൽ ജെൻസി, പുതിയ പുതിയ പരിഷ്കാരങ്ങൾ വരിക ലോകത്ത്. അത്തരം പരിഷ്കാരങ്ങളല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ എപ്പോഴും പിന്നിലും നമ്മുടെ മുൻഗാമികളിലേക്ക് നോക്കണം. അതാണ് താബികളിൽപ്പെട്ട മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു നിങ്ങൾ പറയുന്നത് കാണാം, നഖ്തദി ബിമൻ ഖബലന. നമ്മൾ നമ്മുടെ മുമ്പുള്ളവരോട് തുടരുക, നമ്മുടെ മുൻഗാമികളെ പിൻപറ്റുക. അവരെങ്ങനെ ചെയ്തു വെച്ചോ അതുപോലെ ചെയ്യുക, അവരെങ്ങനെ പറഞ്ഞു വെച്ചോ അതുപോലെ പറയാ, അവരെങ്ങനെയാ പ്രതികരിച്ചു വെച്ചോ അതുപോലെ പ്രതികരിക്കുക. അങ്ങനെ നമ്മൾ ചെയ്താൽ നമ്മുടെ മുൻഗാമികളെ നമ്മൾ മുഴത്തിന് മുഴമായും ചാണിന് ചാണായും ഒക്കെ നമ്മുടെ സച്ചരിതരായ മുൻഗാമികളെ, അയിമ്മത്ത് മുജ്തഹിദുകളെ, നമ്മുടെ പൂർവികരായ ഉലമാക്കളെയൊക്കെ നമ്മൾ പിൻപറ്റിയാൽ വയക്കത്തദീ ബിനാ മൻ ബഅദന, നമ്മുടെ ശേഷമുള്ളവർ നമ്മളെ പിൻപറ്റും. അപ്പോഴല്ലേ നമ്മളെ പിൻപറ്റാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമ്മളെ കൊള്ളൂലല്ലോ. നമ്മൾ പുതിയത് ഉണ്ടാക്കുമ്പോൾ നമ്മുടെ പിൻഗാമികൾ നമ്മളെ പിൻപറ്റും. അത്രേ ലോകത്തിന് അറിയൂ. ലോകം എന്ന് പറഞ്ഞാൽ ഏതാ നല്ലത് ഏതാ കെട്ടത് തിരിച്ചറിയാനുള്ള കഴിവൊന്നും ലോകത്തെ 99% ആളുകൾക്കില്ല. 1000-ൽ ഒരാൾക്ക് പോലും ഇല്ല. പിന്നെ എന്തേ ഉള്ളൂ? കാറ്റ് വടക്കോട്ടടിക്കുമ്പോൾ അവർ കാറ്റ് വടക്കോട്ട് പോവും, തെക്കോട്ടാണ് കാറ്റെങ്കിൽ തെക്കോട്ട് പോവും. തോന ആൾ ഏതിൻ്റെ ഒപ്പം വെച്ചാൽ അതിൻ്റെ ഒപ്പം പോവും. ഹക്കും ബാത്തിലും ഒന്നും ജനങ്ങൾ പരിശോധിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് അത്തരം ഒരു പിൻഗാമികളാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് അവർക്ക് മാതൃകയാകാൻ നിങ്ങൾ മുൻഗാമികളായ ആളുകളെ ആ പൂർണ്ണ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ പിൻപറ്റിയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ യഥാർത്ഥ മുഅ്മിനുകളാകും, യഥാർത്ഥ വിജയിച്ചവരാകും. അതാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിലൂടെ നമുക്ക് അല്ലാഹു തആല കാണിച്ചിരുന്നത്. അല്ലാണ്ട് റസൂലുള്ളാഹിക്ക് സ്വന്തമായിട്ടൊരു ഹജ്ജ് ഉണ്ടാക്കാൻ കഴിയാഞ്ഞിട്ടാണോ? സ്വന്തമായി കുറെ സുന്നത്തുകൾ പഠിപ്പിക്കാൻ റസൂലുള്ളാഹിക്ക് കഴിയാഞ്ഞിട്ടാണോ? അല്ല. റസൂലുള്ള പഠിപ്പിക്കുന്നത് മീശ വെട്ടണം, അത് ഇബ്രാഹിം നബിന്റെ സുന്നത്താണ്. താടി വെക്കണം, അത് ഇബ്രാഹിം നബിന്റെ സുന്നത്താണ്, അല്ലെ? ഒക്കെ ഇബ്രാഹിം നബിയിലേക്ക് ചേർത്ത് റസൂലുള്ള പഠിപ്പിക്കുക. അതാണ് പഠിപ്പ്. നമ്മുടെ മുൻഗാമികളിലേക്ക് ചേർത്ത് പറയാൻ നമുക്ക് കഴിയണം. ആ നിലയിൽ ഇബാദത്ത്, ബാക്കിയുള്ള കാര്യത്തിൽ എന്തോ ആട്ടെ, ദുനിയാവിന്റെ കാര്യത്തിൽ, ഭൗതിക കാര്യങ്ങളിൽ നമ്മൾ ആരെയോ പിൻപറ്റി അല്ലെങ്കിൽ എന്ത് പരിഷ്കാരം വന്നാലും ഇബാദത്തിന്റെ കാര്യത്തിൽ, ദീനിന്റെ കാര്യത്തിൽ ഇത്തരം പരിഷ്കാരങ്ങളൊക്കെ നമ്മൾ ഗൗരവത്തോടു കൂടെ കാണണം. അങ്ങനെ വന്നാൽ നമ്മൾ പഴച്ചു പോകും. പിന്നെ നമ്മൾക്ക് പൂർവികരുടെ ആ പാരമ്പര്യവും പറഞ്ഞിട്ട് ആഖിറത്തില് മഹ്ശറില് അവരുടെ അടുക്കലേക്ക് ചെല്ലാൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് ആ പരിശുദ്ധ ഖുർആൻ പറയുന്നത് വമൻ യുശാഖിഖിർ റസൂല മിൻ ബഅദി മാ തബയ്യന ലഹുൽ ഹുദാ, നേർമാർഗം വ്യക്തമായതിന്റെ ശേഷം, ശരി ഏതെന്ന് തിരിഞ്ഞതിന്റെ ശേഷം ആരെങ്കിലും റസൂലുള്ളാഹി തങ്ങളോട് എതിരാവുകയും വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന, പൂർവികരുടെ മാർഗമല്ലാത്തതിനെ പിൻപറ്റുകയും ചെയ്താൽ, അൽമുഅ്മിനീങ്ങൾ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. അൽമുഅ്മിനീങ്ങൾ ഖുർആൻ തന്നെ പറയുന്നുണ്ടല്ലോ, വഇദാ ഖീല ലഹും ആമിനൂ കമാ ആമനന്നാസ്, ആ അന്നാസ് വിശ്വസിച്ച പോലെ നിങ്ങൾ വിശ്വസിക്കണം. ആരാണത്? നബിയും സഹാബത്തും താബികളൊക്കെ ഉൾക്കൊള്ളുന്ന സലഫു സാലിഹീകൾ. അവരെ പോലെ അവരുടെ മാർഗത്തെ വയത്തബി ഗൈറ സബീലിൽ മുഅ്മിനീന, ആ അൽമുഅ്മിനീങ്ങളുടെ ആ പൂർവികരുടെ മാർഗമല്ലാത്തത് പിൻപറ്റുകയും ചെയ്താൽ അള്ളാഹ് അവരെ പറ്റി പറയണെന്താ? നുവല്ലിഹി മാ തവല്ല, അവനെ അല്ലാഹു തആല മോശക്കാരനാക്കൂല.
അവൻ്റെ കാര്യമൊക്കെ അള്ളാഹ് അവനിക്കാണ്ട് ഏൽപ്പിച്ചു കൊടുക്കും. ഖുർആന്റെ ശൈലി അത്. നുവല്ലിഹി നമ്മൾ അവനെ ഏൽപ്പിച്ചു കൊടുക്കും മാത്രമല്ല അവൻ ഏറ്റെടുത്ത് നീയും നിന്റെ മതമായിട്ട് പൊയ്ക്കോ, നീയും നിന്റെ സമസ്തയായിട്ട് പൊയ്ക്കോ, നീയും നിന്റെ ഇബാദത്തുമായിട്ട് പൊയ്ക്കോ, നീയും നിന്റെ ദീനുമായിട്ട് പൊയ്ക്കോ എന്നും പറഞ്ഞിട്ട് അതവൻ ഏൽപ്പിച്ചു കൊടുക്കും. അങ്ങനെ അതിൽ നിന്നുകൊണ്ട് അവൻ അവൻ്റെ അനുസരിച്ചിട്ടുള്ളതൊക്കെ ചെയ്യും. അവസാനം വനുസ്ലിഹി ജഹന്നം, അവനെ നമ്മൾ നരകത്തിൽ കൊണ്ടുപോയി ചേർക്കും. നഅൂദുബില്ല, അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പൊ നരകത്തിൽ ചേരുന്നതിന്റെ മാർഗം എവിടെയാ പഴവ്? പൂർവികരെ പിൻപറ്റാതിരുന്നാൽ സംഭവിക്കുന്ന ഒന്നാണത്. പൂർവികരിൽ നിന്ന് നമ്മൾ എത്രത്തോളം അകലുന്നുവോ അത്രത്തോളം നമ്മൾ സ്വർഗത്തിൽ നിന്നാണ് അകലുന്നത്, നരകത്തോട് അടുക്കുകയാണ്. അതുകൊണ്ട് പൂർവികരുടെ മാതൃക എന്താണോ അതാണ് ശരിയായ ദീന്. പൂർവികർ എങ്ങനെയായിരുന്നുവോ അതാണ് വിശ്വാസം, അതാണ് അമല്, അവരാണ് ശരി. അവരെല്ലാവരും കൂടി തെറ്റിൽ ഏകോപിക്കില്ലെന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ പൂർവികരായ അയിമ്മത്ത് മുജ്തഹിദുകൾ, സ്വലഫുസ് സാലിഹികൾ, ത്വാബീകള്, താബികള് അവരുടെയൊക്കെ മാതൃകയാണ്, മാർഗമാണ് ശരിയായ മാർഗം. അത് പിൻപറ്റുക. അതാണ് ഇബ്രാഹിം നബിയിലൂടെ അല്ലാഹു തആല നമുക്ക് പഠിപ്പിച്ചു തരുന്ന ശരിയായ രൂപം. അതിനാണ് ഇബ്രാഹിം നബിയുടെ ചര്യകൾ ഇങ്ങനെ ഖുർആൻ ആവർത്തിച്ച് ഇങ്ങനെ പറയുന്നത്. ഇബ്രാഹിം നബിയെ പിൻപറ്റാൻ പറയുന്നത് അതുകൊണ്ടാണ്. ഇത്തബിയ മില്ലത്ത ഇബ്രാഹിം ഹനീഫ, ഇബ്രാഹിം നബിയുടെ മാർഗം നിങ്ങൾ പിൻപറ്റുക എന്ന് അള്ളാഹു പറയുന്നിടത്തൊക്കെ ഒരു ഹനീഫൻ എന്നൊരു വാക്കുണ്ട് അല്ലേ? അത് ഹനഫി മദ്ഹബുകാരൊന്നല്ല ഇതിൻ്റെ അർത്ഥം. ഹനീഫ് എന്ന് പറഞ്ഞാൽ ഇടത്തോട്ടും വലത്തോട്ടും തെറ്റാത്ത ആളെന്ന്, അല്പം പോലും തെറ്റാതെ സഞ്ചരിക്കുന്നയാള്, അല്പം പോലും മാർഗഭ്രംശനം സംഭവിക്കാത്ത ഒരാള് എന്നാണ് ഇബ്രാഹിം നബിനെ പറ്റി ഖുർആൻ പറയുമ്പോഴൊക്കെ പറയുന്നത്. നമ്മളും അങ്ങനെ ആവണം. മാർഗഭ്രംശനം നമുക്ക് സംഭവിക്കരുത്, നമ്മൾ വഴി തെറ്റരുത്. നമ്മുടെ പൂർവികരുടെ വഴിയിൽ പിടിച്ചിട്ട് അങ്ങനെ രക്ഷപ്പെടണം. നമുക്ക് നമ്മുടെ മശായിഖന്മാർക്ക് അവരുടെ മശായിഖന്മാർ അവർ മതിയല്ലോ നമുക്കൊക്കെ. അവരെയാണ് നമ്മൾ പിൻപറ്റേണ്ടത്, അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്, അവരെയാണ് ദീനിന്റെ നിദർശനങ്ങളാക്കി നമ്മൾ പിൻപറ്റേണ്ടത്. അതാണ്